ചോദ്യം നമുക്ക് അയച്ചു തന്നേക്കുന്നത് ജോർജ് ജേക്കബ് ഫ്രം എഡ്മണ്ടൺ, കാനഡയിലെ എഡ്മണ്ടൺ, ആൽബർട്ട പ്രൊവിൻസിലുള്ള സ്ഥലത്ത്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സയൻസും ടെക്നോളജിയും ഒക്കെ ഇത്രയും വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ദൈവിക വിശ്വാസങ്ങളും മതങ്ങളും അതിനേക്കാൾ ഉപരി മനുഷ്യർ ഫോളോ ചെയ്യപ്പെടുന്ന ഒരു ഇതും കാണപ്പെടുന്നുണ്ട്. അപ്പൊ സയൻസ് ഇത്രത്തോളം പ്രോഗ്രസ് ചെയ്തു. ഇപ്പം ആരോഗ്യപരമായിട്ടുള്ള മേഖലകളിൽ നോക്കുവാണെങ്കിൽ നമ്മൾ മരുന്ന് മേടിക്കാൻ കോവിഡ് വന്ന സമയത്തൊക്കെ സയൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. അപ്പൊ സയൻസ് നമുക്ക് ഇത്രത്തോളം മുന്നോട്ട് പാത തുറന്നു കാണിക്കുന്ന ഒരു സാഹചര്യത്തിലും മനുഷ്യർ ഇന്നും രാവിലെ എഴുന്നേറ്റ് പോയി പ്രാർത്ഥിച്ചതിന് ശേഷം, അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല ഇവിടുത്തെ നമ്മുടെ ഒരു ചോദ്യത്തിലുള്ളത്. ചോദ്യം ഇതാണ്: ഇപ്പോഴും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ റിലീജിയനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ദൈവത്തെക്കാൾ കൂടുതൽ പല പല റിലീജിയനുകൾ ഡിപ്പെൻഡ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്തതിന് ശേഷം മാത്രം സയൻസ് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇത് മനുഷ്യ രാശി എന്തുകൊണ്ട് പിന്തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം ജോർജ് ഷെയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇത് നേരത്തെ ഞാൻ കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരത്തിനകത്ത് ഞാനിത് പറയുന്നുണ്ട്. നമ്മൾ ധൃതി പിടിച്ചിട്ടാണ് ഈ ചിന്തകളെല്ലാം ഉള്ളത്. അവരവരുടെ ജീവിതത്തിനകത്ത് പെട്ടെന്ന് ഇതെല്ലാം കാണും. ഒരു കാര്യം മനസ്സിലായാൽ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് പറയുമ്പോൾ, ഞാൻ ഇത് വിശദമായിട്ട് കാര്യങ്ങൾ പറയാനൊക്കെ പറ്റുമ്പോഴും ഞാൻ പറയുന്നത് മലയാള ഭാഷയിലാണ്. ഇത് മറ്റു ഭാഷകളിലായി 820 കോടി ജനമെങ്കിലും ഇപ്പൊ ആയി. 820 കോടി ജനങ്ങൾ അറിയുന്നു എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ പറയുന്നത്. അങ്ങനൊന്നും ഇല്ല. നമ്മൾ ഈ പറയുന്നവരെല്ലാവരും കൂടെ ചേർന്നാല് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ, അറിവുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത്, ഇതൊക്കെ അറിയാം എന്ന് വിചാരിക്കുന്നത് ഒരു 100 കോടി ജനമേ ഈ 820 കോടിയിലുള്ളു. മറ്റുള്ളവരാരും അറിഞ്ഞിട്ടില്ല. അവര് വസ്തുക്കളായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ അനുഭവങ്ങൾ മാത്രമായിട്ടാണ് അതറിയുന്നത്. ജീവിത വീക്ഷണമോ ലോകവീക്ഷണമോ അവർക്ക് ഉണ്ടായിട്ടില്ല. അത് വിദ്യാഭ്യാസത്തിനകത്തൂടെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതും, ഇതുവരെ നേരത്തെ വേറെ രീതിയിൽ ലോകത്തിനെ മനസ്സിലാക്കിയിരിക്കുന്നവർ ഒരു ദിവസം ഇത് മനസ്സിലായ പെട്ടെന്ന് ജീവിതം മാറ്റാൻ പറ്റുമെന്ന് അങ്ങനെ സംഭവിക്കത്തേയില്ല. ഇപ്പോ അതിനെ ഇയാള് മനസ്സിലാക്കാനുള്ളത്, തൃശ്ശൂർ പൂരം അവിടെ നടക്കുമ്പോൾ ആ അമ്പലത്തിൽ പോകാത്തവരുടേതാണ് സത്യത്തിൽ ആ പൂരം. അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകള് വരുന്ന ജനങ്ങൾക്ക് സാധനം കൊടുക്കുന്നതാണ് ആ പൂരം. അല്ലാതെ ആ അമ്പലത്തിൽ വടക്കനാഥ ക്ഷേത്രത്തിനകത്ത് കയറുകയോ അല്ലെങ്കിൽ ആ ആനയെ കാണാൻ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നതൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതൊക്കെ നമ്മൾ അറിയേണ്ടത്. അപ്പൊ പഴയ കാലത്തെ വ്യാപാര വ്യവസായ സംവിധാനങ്ങളുടെ കേന്ദ്രങ്ങളാണതല്ല. അവിടെ പൂരം വരുമ്പോൾ എന്റെ കടം നിന്റെ കടം ഞാൻ വിട്ടും എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാരും ആ പള്ളിയിലോ അമ്പലത്തിലോ പോകുന്നവരല്ല. അപ്പം അങ്ങനത്തെ വലിയൊരു ശൃംഖലയുണ്ട്. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഈ ദൈവത്തിനെ പറ്റി ഇങ്ങനെയൊക്കെയല്ല മനസ്സിലാക്കേണ്ടതെന്ന്, ഇങ്ങനെയല്ല മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പറയുമ്പോഴും അതിന്റെ മുന്നിലെ കച്ചവടം നടത്തുന്ന ഹോട്ടലുകാരനും അവിടെ മാല വിൽക്കുന്നവനും അവിടെ പൂ വിൽക്കുന്നവനും അവിടെ സ്വർണ്ണ സാധനങ്ങൾ വിൽക്കുന്നവരും ഒക്കെ അവിടെ പാത്രക്കടയൊക്കെ നടക്കുന്നവരുണ്ട്. അവർക്ക് ആകെ മനസ്സിലാകുന്നത് നാളെ ആള് കൂടാത്ത കാര്യമാണ് ഇവർ പറയുന്നതെന്ന് മാത്രമേ പറ്റുള്ളൂ. എന്റെ കടയിൽ ആള് വരാതിരിക്കുന്നതിന് വേണ്ടി ഇയാൾ വേണ്ടത്. അവരെല്ലാവരും നമുക്ക് എതിരാവും. അത് അവരാരെങ്കിലും ആ അമ്പലത്തിൽ പോകുന്നവരോ വിശ്വാസികളായതുകൊണ്ടല്ല, ആള് കൂടുന്നതിന് തടസ്സമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിൽക്കുന്നതെന്ന് അനുഭവിക്കുള്ളൂ. ഇത് ജീവിതത്തിന്റെ വലിയ ഒരു പ്രോസസ്സാണ്. അവിടേക്ക് ആ അമ്പലം അത്ഭുതപ്പെടുത്തുന്ന നിലവാരത്തിൽ അപ്രത്യക്ഷമായി പോയി അവിടെ നിന്നാലും പൂരം തുടരും എന്നറിയേണ്ടതുണ്ട്. അത് വേറെ കാരണങ്ങളുണ്ട്. ജീവിതത്തിനകത്ത് നമ്മൾ ഇതുവരെ സംഘടിപ്പിച്ചിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇരിക്കുന്ന ജീവിതചര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള കല ഉണ്ടാക്കിയ വിൽക്കാനുള്ള സ്ഥലം, ഇതൊക്കെ ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അത്രയും വലിയ ആയിരക്കണക്കിന് വർഷം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഘടനകളെ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ട് മാറ്റാൻ പറ്റില്ല. ഇത് നമ്മൾ അങ്ങനെ അറിയണം. അപ്പൊ പലതരത്തിലാണ് അതെല്ലാം നിൽക്കുന്നത്. എന്നാ കാറുകൾ വന്ന് കാളവണ്ടി ഇല്ലാതാക്കിയില്ലയോ നാട്ടിലെ? ഉണ്ടാക്കി മാറ്റി. കേരളത്തിനകത്തൊരു കാളവണ്ടി കാണത്തില്ല. നമ്മൾ ആകെപ്പാട് അട്ടപ്പാടി പോയാലാണ് തമിഴ്നാട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവിടെ മാത്രമാണ് 4 കാളവണ്ടി ഇപ്പൊ കാണാനുള്ളത്. വേറെ എങ്ങും ഇല്ല. എന്നാൽ എന്റെ കുട്ടിക്കാലത്ത് റോഡ് നിറച്ച് കാളവണ്ടി ഉണ്ടായിരുന്ന നാടാണ്.
70 വർഷം കൊണ്ടാണ് കാളവണ്ടി കാണാതായി. അപ്പൊ അതായത് അതുപോലെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് വിശ്വാസങ്ങളെല്ലാം മേലെ ഇങ്ങനെയാണ്. നിൽക്കുന്ന ഇത് മേലെ വേറെ നിൽക്കുന്നത് വരുമ്പോ കാരണങ്ങൾ കൊണ്ട് നിൽക്കുന്ന ആ അമ്പലവുമായിട്ടോ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടല്ല അതൊന്നും നിൽക്കുന്നത്. ശബരിമലയൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ആണ്. വേളാങ്കണ്ണി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. എന്താണ്, ഹജ്ജ് ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്. അല്ലാതെ അതൊന്നും മതപരമായ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇഷ്ടംപോലെ വണ്ടി ഇട്ട് ഇഷ്ടംപോലെ സൗകര്യങ്ങൾ കൊടുത്താൽ എല്ലാവരും പോകും. ഓക്കെ. അങ്ങനെ അപ്പൊ അല്ലാതെ നമ്മൾ അതൊക്കെ മതവിശ്വാസത്തിന്റെ വർധനയായിട്ട് തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ അങ്ങനെ ഇപ്പൊ അത് ശബരിമല പോലത്തെ ശബരിമല ഒരു പോകുന്ന 80% ലൊക്കേഷൻ പേരും വെറുതെ പോകുന്നവരാ. കള്ളു കുടിക്കാൻ പോകുന്നവര്, വരാൻ പോകുന്നവര് തന്നെയാ പോകുന്നത്. കൂട്ടുകാർ വിളിക്കുമ്പോ ഒന്നിച്ചു പോകാമെന്നും കാട്ടി പോകാമെന്നും ഒക്കെ കാണുന്നതുകൊണ്ട് പോകുന്നവരാണ്. തെറ്റിദ്ധരിക്കൊന്നും ചെയ്യണ്ട നമ്മളതൊന്നും. അല്ല, അങ്ങനെ അല്ലാതെ പോകാനായിട്ട് മൂന്നാറും വാഗമണ്ണും പോലെയുള്ള സ്ഥലങ്ങളും ഉണ്ടല്ലോ. അത് 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 ഞാൻ പറയും, ഇത് തന്നെയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാൾ ഒരു ദിവസം എന്തിനാ നിർത്തുന്നത് എന്നുള്ളതിന് ന്യായം പറയണ്ടേ? അല്ല, ആ പറഞ്ഞതിനോട് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ജീവിതത്തിൽ ഇപ്പൊ മലയാറ്റൂര് ഞങ്ങൾ കോളേജിലുള്ള സമയത്ത് പോയത് കൂട്ടുകാരെല്ലാം ഒന്നിച്ചു കൂടി പോകാൻ വേണ്ടി പോയ ഒരു യാത്രയായിരുന്നു. അതാണ്, അത്രയും മനസ്സിലാക്കിയാൽ മതി. അത് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ നമ്മൾ എല്ലാവരും പോകും. തീർച്ചയായിട്ടും. റോം വത്തിക്കാൻ കാണണം എന്ന് പറയുന്ന വിശ്വാസം കൊണ്ടല്ല പോകുന്നേ. സ്ഥലം കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഈ പള്ളിയിലും അമ്പലത്തിലും ഇരിക്കുന്നവർക്ക് ആർക്കും വിശ്വാസം ഇല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രോപ്പർട്ടി കൊണ്ട് മാത്രമാണ്. ഇപ്പൊ പള്ളിക്കകത്തും അമ്പലത്തിലും വരുമാനം ഇല്ലെന്ന് വെച്ചോ, എത്ര പേര് വിശ്വാസികളായിട്ട് അവിടെ ഇരിക്കും? ആരും ഉണ്ടാവില്ല. ആരും ഉണ്ടാകത്തില്ല. ഇത്രയും ലളിതമാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, അവിടെയും വരുമാനം, ഒന്നോ രണ്ടോ പേര്, അവിടെയും സോറി ക്ഷമിക്കണം, ഞാൻ പറയുന്നത് അവിടെയും ഈ ഒന്നോ രണ്ടോ. ഇരിക്കുന്ന ആൾക്കാരോടൊന്നും നിങ്ങൾ മിണ്ടിയിട്ടൊന്നും ഇല്ല. നിങ്ങൾ മിണ്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെന്ന് ഞാൻ ഈ പറയുന്നേ. 100 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം കേട്ടെന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധരിക്കാതെ. അത് മാത്രമല്ല, ശീലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ പകരം വേറെ വരണം. അതുകൊണ്ടാണ് ഞാൻ അതിലും പറഞ്ഞ കാറ് വന്നാൽ കാളവണ്ടി പോകും. ലോകത്ത് അമ്പലങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ആളുകൾക്ക് പറഞ്ഞാൽ ഒരു നല്ല മുതലാളിയാണ് ഇന്നൊരു അമ്പലം ഉണ്ടാക്കുന്നത്. പണ്ടങ്ങനല്ല. എല്ലാ റോഡിലും ആൾക്കാര് വിശ്വാസം കൊണ്ട് ഒരു ഒരു കല്ലെടുത്ത് വെച്ചിട്ട് വരയ്ക്കും. അതിന്റെ ആ വിശ്വാസം എങ്ങനെയാണെന്നുള്ളത് വേറൊരു വിഷയമായിട്ട് വിടേണ്ടതാ. അത് ഞാനിപ്പോ അതിനകത്തോട്ട് പോകുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ എന്ന് പറഞ്ഞാൽ, രാജാക്കന്മാര് അന്ന് ഈ കാണിക്കപ്പെട്ടിയിലിരിക്കുന്ന കാശ് മുഴുവൻ രാജാവ് കൊണ്ടുപോകായിരുന്നു. രാജാവിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ രണ്ടായിരുന്നു. ഒന്ന് ചുങ്കമെന്നും ഒന്ന് കാണിക്കപ്പെട്ടിന്നായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത്. രാജാവിനെ മാറ്റിയപ്പോൾ ഈ കാണിക്കപ്പെട്ടിയിലിടുന്ന കാശ് മുഴുവൻ ഈ മത നേതാക്കളുടെ കയ്യിലാണ് ഇന്ന് ലോകവ്യാപകമായി ഉണ്ടായത്. അതുകൊണ്ടാണ് അവരെല്ലാം ധനാഢ്യന്മാരായ മുതലാളിമാരായി പോവുകയും ഈ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും പള്ളികളും എല്ലാം കാശ് വരുമാനം ഉണ്ടാക്കുന്ന സാധനമായിട്ട് അതുകൊണ്ടാണ് എന്തൊരു പളുങ്ക് പോലത്തെ സാധനങ്ങളായിരുന്നു ഉണ്ടാക്കുന്നത്. ഇപ്പൊ സൗദി അറേബ്യയിലെ രാജാവ് അങ്ങോട്ട് അവിടുത്തെ കൊട്ടാരം, അവിടുത്തെ ആ ഒരു പള്ളിയുണ്ട്. ഞാൻ അവിടെ പോയത് എന്നെ ആളുകൾ വിളിച്ചുകൊണ്ട് പോയി കാണിക്കുന്നുണ്ട്. അത്ര സൗന്ദര്യമായിട്ട് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണാനാണ് പോകുന്നത്. അല്ല, എനിക്കെന്ത് വിശ്വാസമാണ് അവിടെ പോകുന്നതിന്? അതിന് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം ആണ് നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ ഈ ആളുകൾ പോകുന്നത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇല്ല, തെറ്റിദ്ധാരണയല്ല. ഇപ്പം കുറച്ചും പറഞ്ഞു ഇതിനേക്കാൾ നല്ലത് വന്നാൽ നമ്മൾ അതങ്ങനെയാണ്. ഇതിനേക്കാൾ ഇപ്പൊ അവിടെ ഇരിക്കുന്ന നേരത്തെ ഇരുന്ന പാവം പിടിച്ച അമ്പലമാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. പോയി കിടന്നുറങ്ങാൻ പറ്റുന്നത്. ഇപ്പൊ ശബരിമലയില് ഹെലികോപ്റ്റർ കൊണ്ടുപോകാനാണ് ആളുകൾ ആലോചിക്കുന്നത്. അയ്യപ്പനുമായിട്ട് എന്ത് ബന്ധമാണ്? അതൊന്നും നല്ല കാര്യം. കല്ലും മുള്ളും കാലയ്ക്ക് മെത്തെന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഹെലികോപ്റ്റർ ഉണ്ടാക്കുന്നത്? ഇല്ല, ഒരിക്കലും അത് പറ്റില്ല. ആ മാറ്റമല്ല. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ ആധുനിക രാഷ്ട്രീയക്കാരുടെ യുക്തിയും കൂടെ അതിനകത്ത് വരുന്നുണ്ട് എന്നാണ് ഞാനീ പറയുന്നത്. മാത്രമല്ല, രാജാവിന്റെ കയ്യിൽ പോകേണ്ട കാശ് മുഴുവൻ ഇന്ന് മത നേതാക്കളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അവരെല്ലാം പണക്കാരായി അവരതിനെ ഈ ആളുകൾ, അതുകൊണ്ടാണ് അവർ വീണ്ടും പള്ളിക്കകത്തും അമ്പലത്തിനകത്തും ആളുകളെ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സ്രോതസ് നിന്നു പോകും. അപ്പൊ ആ ഒരു സ്ട്രഗിളിലാണ് നമ്മൾ അവിടെ ഉള്ളത്. അപ്പൊ അതില് കുറച്ചുകൂടി മെച്ചപ്പെട്ടതെന്ന് പറയാവുന്ന ഒരു മാറ്റം കഴിഞ്ഞ കൊല്ലം വന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതായത് ദൈവത്തോട് ചോദിച്ചാൽ കിട്ടാത്ത ഉത്തരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മനുഷ്യരുടെ കൂട്ടായ്മയിലുള്ള ഉത്തരമേ ഉള്ളൂ. അല്ല, പുതിയ ഉത്തരവൊന്നും അതിനകത്തില്ല.
ഇല്ല ഇല്ല. നിങ്ങളുടെ എല്ലാ കമ്പ്യൂട്ടറിനകത്തും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്ന അറിവ് കൂട്ടിയിണക്കി കോർഡിനേറ്റ് ചെയ്ത് ഒരു ഉത്തരം പറയാനായിട്ട് അതിന് കഴിയുന്നു എന്നുള്ളതല്ലാതെ പുതിയൊരു ഉത്തരവ് അതിന് എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു പ്രയോജനം ചെയ്തിട്ടില്ല. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അതിനെ അറിഞ്ഞുകൂടാ. ഓക്കെ, അത് 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 അറിവിന്റെ അതിരിൽ നിൽക്കാനായിട്ട് അറിയുന്നത് കൊണ്ടാണ്. അറിവിന്റെ അതിരില്ലാതിരിക്കുന്നത്, ഞാൻ അറിവിന്റെ അതിര് വരെ എത്തിയിട്ടില്ലാത്ത, ഇതുവരെ മനുഷ്യർ ആർജിച്ച അറിവിന്റെ അതിരിൽ എത്തിയിട്ടില്ലാത്തവർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഒന്നുമില്ല. അത്രയും മനസ്സിലായാൽ മതി. അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. അതിന് സ്വന്തമായ ചിന്തയോ സ്വന്തമായ കണ്ടുപിടുത്തമോ ഒന്നും അല്ല. എന്നെ പോലുള്ള ആൾക്കാർ ഓരോ കാലങ്ങളിൽ ഇരുന്ന് മനുഷ്യന്മാർ ആലോചിച്ച് എഴുതിയിട്ടുള്ളത് സാധനം മുഴുവനും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഉത്തരം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി അത് പക്ഷെ അതല്ല, ഒരു 70% ജനതയ്ക്ക് അത് ഉപയോഗപ്രദമായേക്കാം. അത് കാരണം അത് ബാക്കി ആ ഉപയോഗപ്രദമാകുന്നത് കൊണ്ടൊന്നും തന്നെയും, അതുകൊണ്ടാണ് അതിനകത്ത് അസംബന്ധം പിടിച്ച ഉത്തരങ്ങൾ അത് പറയും. അതൊരു 3 വയസ്സുള്ള അത് കുട്ടിയുടെ ഒരു ശാസ്ത്രീയമായി പറയുന്നത് കണ്ടീഷൻ പോലെ ആയിരിക്കും അത്. വിവരക്കേട് പറയുന്ന ഒരു സ്ഥലവും കൂടാണ് അത്. അങ്ങനെയും കൂടെ നമ്മളെ കാണണം. മനസ്സിലായി. ഇന്നത്തെ സയന്റിഫിക് പേപ്പറിനകത്ത് ഇതുപോലുള്ള ഇഷ്ടം പോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് എഴുതി പിടിപ്പിച്ചു വെച്ചിട്ട് PhD തീസിസുകൾ എന്ന് പറയുന്നത് അസംബന്ധമായി മാറിയിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഈ അറിവിന്റെ അതിരുകളെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ട് അത് ഒരു തരത്തിൽ അത് ഒപ്പിച്ചിങ്ങി തരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ അത് വേറെ കാര്യം. ഞാൻ ആ വിഷയം പറയാനല്ല. ഞാൻ ഈ പറയുന്നത്, മതങ്ങള് എങ്ങനെയാണോ മനുഷ്യരുടെ മനസ്സിനെ ഉപയോഗിച്ച് ഹെയറാർക്കി നിർമ്മിച്ച സ്ഥലത്ത് ഇന്ന് അവരെ ഉപയോഗിക്കാൻ വേണ്ടി അത് ടൂറിസത്തിനും ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയിട്ടും വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ പറ്റുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ കണ്ടെത്തിയതുമായി തമ്മിൽ കൂട്ടിയിണക്കിയാണ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്. ബിസിനസ്സുകാർ ആദ്യം തടസ്സമായിട്ട് മതത്തിനെ കണ്ടിരുന്നു. അതുകൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന സയൻസിനകത്ത്. ഇന്ന് ഇത് ഉപയോഗിച്ച് സാധനം വിൽക്കാൻ പറ്റുമെന്ന് അവർ കണ്ടുപിടിച്ച്. അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാല് ഗണപതി ഉണ്ടാക്കി വിറ്റാൽ കാശ് കിട്ടുമെന്ന് കണ്ടുപിടിച്ച്. അപ്പൊ മാസീവായിട്ട് ഗണപതി ഉണ്ടാക്കി വെക്കുക. അത് മറ്റേത് എന്താണ് സ്പൈഡർമാനെ ഉണ്ടാക്കിയിരിക്കുന്ന അതേ യുക്തിയെ അവർക്കുണ്ട്. അവര് ഗണപതിയെ ഒന്നും അല്ല അവരുണ്ടാക്കുന്നത്. ഇത് വിൽക്കുന്ന സാധനമാണെന്ന് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. എന്താണോ വിൽക്കുന്നത് അത് വിൽക്കും എന്നുള്ള സാധനത്തിനകത്ത് അത് എത്തിച്ചേർന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള മുഴുവൻ മുന്നേറ്റങ്ങളും ഉണ്ടായത്. ഇപ്പം ട്യൂബ് ലൈറ്റ് ഇടുമ്പോ ദൈവത്തിനോട് ചോദിക്കാറൊന്നുമില്ല, ദേവപ്രശ്നം നടത്താറില്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അവിടെ അമിട്ട് പൊട്ടിച്ചോണ്ടിരിക്കുന്നതിന് പകരം ഡ്രോൺ കൊണ്ട് അവർ ഇനി അത് കാണിച്ചോണ്ടിരിക്കും. അതൊക്കെ നമ്മൾ ആള് കൂടുന്നിടത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കവിഞ്ഞൊന്നും തെറ്റിദ്ധരിക്കാതെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ലത്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടും കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടുമാണ്. പക്ഷെ വിശ്വാസങ്ങളെ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. അതിന്റെ കാര്യം ബ്ലോക്കായിട്ട് വോട്ട് മേടിക്കാൻ പറ്റും, അവർക്ക് വിവരം വരാതിരിക്കാനായിട്ടുള്ള ഇൻഷുറൻസ് എന്നുള്ള നിലവാരത്തിലാണ്. മതനേതാക്കളെ നിലനിർത്തണമെന്ന് ആലോചിക്കുന്നത് അവരുടെ വരുമാന സ്രോതസ്സായിട്ട് ഈ ആൾക്കാർ നിൽക്കണമെങ്കിൽ. ഈ പള്ളികൾ മുഴുവൻ യൂറോപ്പിൽ മുഴുവനും പൂട്ടിപ്പോയില്ലേ. ഇന്ന് ഈ 3-4 ലോക രാജ്യത്തു നിന്ന് വരുന്ന വിവരം കിട്ട മനുഷ്യർ മാത്രമാണ് ആ പള്ളിയിലെല്ലാം പോകുന്നത്. അത് വാങ്ങി അവന്റെ വകയാക്കുന്നത്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ജനാധിപത്യപരമായ അറിവ് വരാതിരിക്കുമ്പോഴും ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു മലയാളി ഇന്ത്യക്കാരനായിരിക്കുന്നവന്റെ ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് അവന്റെ മലയാളം സംസാരിക്കണം, അവന്റെ കുട്ടികളെ മലയാളം സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് പള്ളിയിൽ പോകുന്നവരാണ് അവര്. അതൊന്നും നല്ല തെറ്റിദ്ധരിക്കരുത്, കൂട്ടിക്കുഴയ്ക്കരുത്. വിഷയങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കണ്ട് പള്ളിയിൽ ഭയങ്കര വിശ്വാസമാണെന്നൊന്നും വിചാരിക്കരുത്. കുട്ടികൾ മലയാളത്തിൽ മിണ്ടിയാൽ മതി എന്നും അത് കാരണം കൊണ്ട് ഒന്നിച്ചിരിക്കുന്നത്. അവർക്ക് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പാടാണ് ഒരു നഗരത്തിനകത്ത്. ആ നഗരത്തിനകത്ത് അറിയുന്ന മലയാളം സംസാരിക്കുന്നവരെല്ലാരും കൂടെ ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് അമ്പലവും പള്ളിയും ഒക്കെ നിൽക്കുന്നത് കൊണ്ടാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. അതൊരു മൈനോറിറ്റി ഐഡന്റിറ്റി ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് വേറൊരു വിഷയമാണ്. ഇതൊക്കെ നമ്മൾ ഇതുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ രാഷ്ട്രീയ പാർട്ടിക്കാര് ജനാധിപത്യ ബോധം രൂപപ്പെടുത്തുന്നതിനേക്കാൾ എളുപ്പം വോട്ട് കിട്ടുന്നതിന് എളുപ്പം പഴയ സംവിധാനം നിൽക്കട്ടെ എന്ന് വിചാരിച്ചതൊന്നും വരുമാന മാർഗം രാജാവിന്റെ കയ്യിലേക്ക് കൊടുക്കാതെ ആ പണം ഇപ്പോഴും മതനേതാക്കളുടെ കയ്യിലായി പോയത് കാരണം കൊണ്ട് അവരവരുടെ വരുമാന സ്രോതസ് നിലനിർത്താൻ വേണ്ടി ഈ പഴഞ്ചൻ ആശയങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് ആലോചിക്കുന്ന മതനേതാക്കളുടെ പ്രശ്നം വേറെ. മൈനോറിറ്റി ആയ ആൾക്കാർ വേറൊരു സ്ഥലത്ത് എത്തിച്ചേരുന്ന സമയത്ത് അവരുടെ ഐഡന്റിറ്റി ആയിട്ടും അവരുടെ കമ്മ്യൂണിറ്റി അനുഭവിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന പുതിയ അമ്പലവും പള്ളിക്കകത്തും കണ്ടിട്ട് ഇതൊന്നും വിശ്വാസത്തിന്റെ വളർച്ചയായിട്ടൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇത് കാലാകാലങ്ങളായിട്ട് തുടർന്ന് വരുന്നതിന്റെ അത് ഉപയോഗിക്കാൻ പലതരത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്നത് വഴി ഉണ്ടായ സാധനങ്ങളാണ്. അതൊന്നും തന്നെയും നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്തോ അന്ധവിശ്വാസത്തിലേക്കുള്ള ഒന്നുമല്ല, നല്ല ബിസിനസിന്റെ യുക്തിക്കകത്താണ് അത്. അപ്പൊ അത് നമ്മൾ ഇതുപോലെ അറിയണം.
മൈനോറിറ്റികളുടെ ഐഡന്റിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഈ രാജ്യങ്ങളിനകത്ത് പള്ളിക്കകത്തേക്ക് ഈ പഴഞ്ചൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് വന്നവരും ഏഷ്യയിൽ നിന്ന് വന്നവരും നടത്തുന്നതാണ് ഇന്ന് ഈ അമേരിക്കയിലെ പള്ളികൾ മുഴുവനും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് ചോദിച്ചാൽ ജനാധിപത്യപരമായിട്ടുള്ള അറിവോ മറ്റുള്ള ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളോ ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് അവരത് ചെയ്യുന്നതെന്നും കൂടെ അറിയണം. അപ്പൊ ഇത് എല്ലാം കൂടെ ഒന്നിച്ചൊരുപോലെ പറയരുത്. അത് എന്താണ് ഓരോ പ്രദേശത്ത് സംഭവിക്കുന്നതെന്നും അത് എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമ്മൾ അറിയാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ സമയത്ത് ഈ പള്ളി അമ്പലത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നും തന്നെ ആരും പറയുന്നുണ്ടായിരുന്നില്ല. എല്ലായിടത്തും പള്ളി അമ്പലം തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് രാഷ്ട്രീയക്കാർ കണ്ടത് എങ്ങനെങ്കിലും ഒരു വോട്ട് കൂടുതൽ വേണമെങ്കിൽ ജയിക്കാൻ പറ്റും, അത് ഇന്ന ആരോട് പറഞ്ഞാൽ എളുപ്പമാണെന്ന് കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഈ രണ്ടാമത് ഈ അങ്ങനെയാണ് മോദിയൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ അവരാരെങ്കിലും വിശ്വാസികളാണ്? അവരാരും വിശ്വാസികളൊന്നുമല്ല. വേഷം കെട്ടുന്നവർ അഭിനയ നേതാക്കളാണ്. ഭരത് അവാർഡ് കൊടുക്കേണ്ടത് മോദിക്കാണ്, അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അഭിനയ കർത്താക്കൾ മാത്രം കള്ളന്മാരാണ്, അല്ലാതെ വേറെ ആരുമല്ല. അത് തെറ്റിദ്ധരിക്കരുത്. വോട്ട് കൂടുതൽ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അതെല്ലാം നിൽക്കുന്നത്. അല്ലാതെ ഒരു വിശ്വാസം അവർക്കില്ല. അത് വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു വേണ്ട. പക്ഷെ പാവം പിടിച്ച ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ ആക്കുന്ന പണി അവിടെ സ്കൂളുകൾ കൂട്ടിക്കൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. അത് അവിടെയാണ് നമ്മുടെ ശ്രദ്ധ വരുന്നത്. അല്ലാതെ ഇനി എവല്യൂഷൻ പഠിപ്പിക്കാതെ ലോകത്ത് ഇനി ബയോളജി പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഇയാൾ വിചാരിക്കുന്നുണ്ടോ? ഒന്നും കഴിയേയില്ല. അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ലോകത്തിന് അറിയാൻ പോലും വേറൊരു മെക്കാനിസം പോലും നമുക്കില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ആ നിലവാരത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെയൊക്കെ കൂട്ടിക്കുഴയ്ക്കാതെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ മതവിശ്വാസം വർദ്ധിക്കുകയല്ല, മതവിശ്വാസം ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽക്കാൻ പറ്റുമെന്ന് അവർ കണ്ടുപിടിച്ചതാണ് പ്രശ്നമായിട്ടുള്ളത്. അതിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി. അത് വളരെ നല്ലൊരു ഉത്തരത്തിലേക്ക് എത്തി. നമ്മൾ പറഞ്ഞ എല്ലാ ഏരിയയും കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എപ്പിസോഡ് 1 ആയിട്ടും എപ്പിസോഡ് 2 ആയിട്ടും നമ്മൾ ഇത്രയും സമയം നമ്മുടെ ഒപ്പം ചെലവഴിച്ചതിന് മൈത്രേയന് പ്രത്യേകം നന്ദി. ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ അതിന്റെ ഒപ്പം തന്നെ ഈ ചോദ്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച പുലിക്കൂട്ടം ക്രിക്കറ്റ് ക്ലബ്ബ് അവരുടെ സപ്പോർട്ടിന് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമും സൂമും എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നത് നമ്മുടെ മല്ലു സിംഗേഴ്സ് മ്യൂസിക് ബാൻഡാണ്. അപ്പൊ അത് അവർക്കും നന്ദി. അതുപോലെ ഇത് നമ്മുടെ മീഡിയ പാർട്ട്ണർ ആയിട്ടുള്ള ന്യൂ ഡേ TV യൂട്യൂബിലേക്ക് നമ്മൾ ചെയ്തു തന്നിരിക്കുന്ന ന്യൂ ഡേ TVക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ ചർച്ച ഇനി ഇതുപോലത്തെ ഒരുപാട് ചർച്ചകൾക്ക് ഒരു തുടക്കമാകട്ടെ എന്ന് നമുക്ക് എന്ന് വേണേലും നിങ്ങൾക്ക് വിളിച്ചാൽ ഞാൻ സഹകരിക്കുന്നതായിരിക്കും. യാതൊരു സംശയമില്ല.